ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണ്. കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി ബിഗ് ബോസ് വീടിനകത്തേക്ക് വരാൻ പോകുന്നു. ഈ ആഴ്ച മുതൽ വരാൻ പോകുന്നു. ഒരു ദിവസം വീടിനകത്ത് നിൽക്കാനും പോകുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? ബിഗ് ബ്രേക്കിംഗ് ആണ്. അപ്ഡേറ്റ് എന്താണ് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു മികപ്പെരിയ അപ്ഡേറ്റ് ആണ്. ബിഗ് ബോസ് സീസൺ 6-ൽ ഫാമിലി റൗണ്ട് ഈ ആഴ്ച മുതൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഏതാണ്ട് തേഴ്സ്ഡേ ഫ്രൈഡേ ഈ വരുന്ന 15-ാം തീയതിയോ 16-ാം തീയതിയോ മുതൽ ഫാമിലി റൗണ്ട് ആരംഭിക്കാൻ പോവാണ്. വളരെ നേരത്തെ ഫാമിലി റൗണ്ട് ആരംഭിക്കാൻ പോവാണ്. മാത്രമല്ല ഈ പറയുന്ന പോലെ കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് വീടിനകത്തേക്ക് അവരുടെ ഫാമിലി വരികയും ഏതാണ്ട് ഒരു ദിവസം അതിനകത്ത് നിൽക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ പറ്റിയത്. ഒരു ദിവസത്തോളം വീടിനകത്ത് ഉണ്ടാവും. ഭയങ്കര വലിയൊരു ചേഞ്ചായിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ തവണ 1 മണിക്കൂറൊക്കെയാണ് ഒരാളുടെ വീട്ടുകാരെ നമ്മൾ കണ്ടത്. അതിനുശേഷം വെളിയിലാക്കും ബിഗ് ബോസ്. ഇത്തവണ അങ്ങനെയല്ല, ഒരു ദിവസം വീടിനകത്ത് നിർത്തും എന്നുള്ള ഒരു ലെവലിലാണ് അറിയാൻ പറ്റുന്നത്. മാത്രമല്ല 2 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫാമിലി റൗണ്ട് ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് അറിയാൻ പറ്റുന്നു. ഇന്നിപ്പോൾ മെയ് 12-ാം തീയതിയാണ്. മെയ് 13, 14, 15, മെയ് 16, 17 തീയതികളിലായി ആണ് ഈ പറയുന്ന ഫാമിലി റൗണ്ട് ആരംഭിക്കാൻ പോകുന്നതെന്ന് അറിയുന്നു. ഒരു 99% നിങ്ങൾ ഉറപ്പിച്ചോളൂ ഈ പറയുന്ന സാധനം. ഇനി എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഈ പറയുന്ന വീടിനകത്ത് നിൽക്കാൻ പറ്റാതെയുള്ള സാഹചര്യങ്ങൾ കാരണം കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി നിന്നില്ല എങ്കിലേ ഉള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ വീടിനകത്ത് കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി ഒരു ദിവസം ഉണ്ടാകും എന്നാണ് അറിയാൻ പറ്റുന്നത്. പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ ഒത്തിരി ആൾക്കാരെ നമുക്കറിയാം, മാക്സിമം ഓഫ് കഴിഞ്ഞ തവണ 3 പേരൊക്കെ ഒരാളുടെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ, അച്ഛൻ, പിന്നെ ചിലപ്പോൾ സഹോദരി, ചിലപ്പോൾ ഫ്രണ്ട്. അപ്പോൾ ഇത്തവണ അത്രയും ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അതായത് 3-4 പേരെയൊന്നും കയറ്റിവിടത്തില്ല. മാക്സിമം ഓഫ് ഒരു 2 ഒക്കെ ആയിരിക്കും. എന്നാലും ഈ പറയുന്ന പോലെ ഫാമിലി ഒരു ദിവസം നിൽക്കും എന്നാണ് അറിയാൻ പറ്റുന്നത്. ഒരു ദിവസം നിൽക്കുമ്പോൾ വളരെ നേരത്തെ ഫാമിലി റൗണ്ട് വന്നു. വളരെ നേരത്തെ വരുന്നുണ്ട്. ഈ പറയുന്ന ഏതാണ്ട് ഫ്രൈഡേ. പക്ഷേ എനിക്കുള്ളൊരു സംശയം, ഞാനിത് അറിഞ്ഞപ്പോഴും എനിക്കുള്ളൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രൈഡേ ഈ പറയും പോലെ ഫാമിലീസൊക്കെ എൻട്രി ആയി കഴിഞ്ഞാലും സാറ്റർഡേ സൺഡേ ഒക്കെ വീക്കെൻഡ് അല്ലേ. അപ്പോൾ വീക്കെൻഡ് ആ ആഴ്ച കാണത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മിഡ് വീക്ക് വല്ലതും വന്നിട്ട് വീക്കെൻഡ് എടുത്ത് കളയോ? ഒരാഴ്ചത്തേക്ക് വീക്കെൻഡ് എടുത്ത് കളയുമോ? വീക്കെൻഡ് കളഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഫാമിലിയുടെ എൻട്രി ആയിരിക്കുമോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നെനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. അതവിടെ ഇരുന്നോട്ടെ. കാരണം ഈ പറഞ്ഞ പോലെ ഏതാണ്ട് ഫ്രൈഡേയുടെ കാര്യമാണ് ഇപ്പോൾ അറിയുന്നത്. ഫ്രൈഡേ ഈ പറയുന്ന പോലെ വീടിനകത്ത് പലരും കയറാം എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഫ്രൈഡേ കയറുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി അത് കാണുന്നത് സാറ്റർഡേ ആയിരിക്കത്തില്ലേ. പക്ഷേ സാറ്റർഡേ എന്താണ്? സാറ്റർഡേ വീക്കെൻഡാണ്. അപ്പോൾ വീക്കെൻഡിൽ പണ്ടാണെങ്കിലും നമ്മുടെ ഫ്രൈഡേ നടന്ന സംഭവങ്ങൾ എത്തിരിയെങ്കിലും വീക്കെൻഡ് എപ്പിസോഡ് നടക്കുമ്പോൾ കാണിക്കും. ഇതിപ്പോൾ അതും കാണിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് എനിക്കൊരു സംശയം, സാറ്റർഡേ സൺഡേയിലത്തെ വീക്കെൻഡ് ചിലപ്പോൾ ഒരാഴ്ച എടുത്ത് കളഞ്ഞിട്ട് ഇതിനിടയിൽ മിഡ് വീക്ക് വല്ലതും വെച്ചിട്ടായിരിക്കുമോ ഫാമിലി റൗണ്ട്. എന്തായാലും 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന സാധനമാണ് ഇത്തവണ എന്ന് അറിയണു. അതോടൊപ്പം തന്നെ ഈ ഏതാണ്ട് 15-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് ഫാമിലി വീക്ക് എന്നാണ് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇത്രയും കണ്ടസ്റ്റൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. എന്തായാലും 99% നിങ്ങൾ ഉറപ്പിച്ചോളൂ, കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി ഈ ആഴ്ച ഈ വരുന്ന ഫ്രൈഡേ മുതൽ എന്നാണ് അറിയാൻ പറ്റിയത്. ഫ്രൈഡേ മുതൽ മെയ് നമ്മുടെ എന്നാണോ തുടങ്ങും എന്ന് പറഞ്ഞത് അന്ന് തീരും ഫാമിലി റൗണ്ട്. അത്ര വേഗത്തിലാണ് വരാൻ പോകുന്നതെന്ന് അറിയുന്നു. അപ്പോൾ ഒരു ബിഗ്ഗസ്റ്റ് ഷോക്കിംഗ് അപ്ഡേറ്റ് ആണ്. ഒത്തിരി മാറ്റങ്ങൾ വരും. ഒത്തിരി മാറ്റങ്ങൾ ഗെയിമിൽ കൊണ്ടുവരാൻ പറ്റും ഫാമിലി റൗണ്ട് നേരത്തെ വന്നു കഴിഞ്ഞാൽ. ഇതിനുശേഷം തൊട്ടടുത്ത വീക്ക് തന്നെ കാണും ടിക്കറ്റ് ടു ഫിനാലെ കാണും. മാത്രമല്ല പവർ റൂം നാളെ ഇന്ന് പോലെ തുറന്നു കൊടുക്കുമല്ലോ. പവർ റൂം തുറന്നു കൊടുക്കുമ്പോൾ അവിടെ കുറച്ച് പേർക്ക് കിടക്കാം. അപ്പോൾ ഫാമിലി വന്നു കഴിഞ്ഞാൽ ഇരിക്കാനും കിടക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ആയി. അപ്പോൾ അവർക്കായിരിക്കും ഇനി പറയും പോലെ ഫാമിലി പവർ റൂം കൊടുക്കാൻ പോകും. പവർ റൂമിനകത്ത് അവർക്ക് ചിലപ്പോൾ ഫാമിലി പവർ റൂമിനകത്ത് വന്ന് കിടക്കും. ആ അവസ്ഥയൊക്കെ ആവുമായിരിക്കാം. നോക്കാം. എന്തായാലും വളരെ അറിഞ്ഞപ്പോൾ തന്നെ ഷോക്കായിപ്പോയി. വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം, കാണാം അടുത്ത അപ്ഡേറ്റ് ആയിട്ട്. അപ്പോൾ ചാനൽ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.